ഹായ് പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഞാൻ ബിജു കല്ലുവയൽ. വീട് വിട്ട് ദൂരദേശങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായിട്ട് പോകുന്ന യുവതി യുവാക്കളോടും വിദ്യാർത്ഥികളോടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന എൻ്റെ മൂത്ത മോള് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവൾ പറയുകയുണ്ടായി, മിക്കവാറും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല, പട്ടിണിയായ കാരണം താമസിക്കുന്ന PG-യിലെ ഭക്ഷണമൊന്നും ഗുണമില്ല, ഒരു നിലവാരമില്ല, എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോവുകയാണെന്നൊക്കെ. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എന്താണെന്ന് പറഞ്ഞാലും നീ കുറച്ചെങ്കിലും കഴിക്കണം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കുറച്ച് കഴിച്ചില്ലെങ്കിൽ അൾസർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം താറുമാറാകും. കാരണം ഇപ്പം ചെറുപ്പമാണ്, ഇപ്പം ഈ കാലത്ത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടെന്നാ, അതിൻ്റെ സീരിയസ്നെസ് എന്നാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒരു 3 ജീവിതശൈലി രോഗങ്ങളാണ്. അതിലൊന്നാണ് അൾസർ, രണ്ടാമത്തത് പ്രഷർ, മൂന്നാമത്തത് ഷുഗർ. ഈ 3 രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മളെ അകന്നു പോകാൻ പറ്റാത്തവർ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ശപിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, അങ്ങനെ ഏറ്റവും അടുത്ത് നമ്മളെ ഇട്ടിട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നവർ നമ്മളെ മനസ്സുകൊണ്ട് ശപിക്കാൻ ഇടവരും. കാരണം ഈ 3 രോഗങ്ങളുള്ള വ്യക്തികൾക്ക് മുൻകോപം വലിയ പ്രശ്നമാണ്. ഏത് സമയവും അവർ കോപിക്കും, ചെറിയ കാരണം മതി, അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 3 രോഗം, ഒന്ന് അൾസർ, രണ്ടാമത്തെ ഷുഗർ, മൂന്നാമത്തെ പ്രഷർ, ഈ 3 അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് ഷുഗറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഭക്ഷണത്തിൽ മധുരത്തിൻ്റെ കണ്ടന്റ് പരമാവധി നമ്മൾ കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. പ്രഷർ വരാതിരിക്കാനായിട്ട് അച്ചാറ്, ഉണക്കമീൻ, അതുപോലെ കൂടുതലായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം, ഇതെല്ലാം ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ മസാല അടങ്ങിയ ഭക്ഷണങ്ങളും കുറയ്ക്കുക. മൂന്നാമതായിട്ട് അൾസർ വരാതിരിക്കാനായിട്ട് എരിവ്, പുളി, അതുപോലെ തന്നെ കണ്ടമാനം മസാല ചേർത്തിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. ഈ കൂടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന പാചകത്തിൻ്റെതായ വീഡിയോകൾ, അതായത് വ്ളോഗേഴ്സ് ചെയ്യുന്ന പാചകത്തിൻ്റെ വീഡിയോ, പ്രത്യേകിച്ച് നോൺ വെജ് ആയിട്ടുള്ള പാചകത്തിൻ്റെ വീഡിയോ നിങ്ങൾ കഴിവതും കാണുന്നത് ഒഴിവാക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തോടുള്ള ആസക്തി, ആ കൊതി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. അതേസമയം ഈ ഭക്ഷണം കഴിച്ചതിന് തുല്യമായ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാകും. വയറിൽ അസിഡിറ്റി കണ്ടമാനം വരും. അന്നേരം നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇറച്ചി ദഹിപ്പിക്കാനായിട്ട് അതിൻ്റെതായ അസിഡിറ്റി ഉണ്ട്. ആ അസിഡിറ്റി വന്നു കഴിയുമ്പോൾ അവസാനം നമ്മുടെ കുടലിനെ അത് ദ്രവിപ്പിക്കാൻ ഇടവരും. അത് നമ്മളെ പതുക്കെ ഒരു അൾസർ രോഗത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ അൾസർ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക. അത് ലഘുവായിട്ടാണെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്തിന് ആ സമയത്ത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ 2 ബിസ്ക്കറ്റോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും, ചൂടുവെള്ളമെങ്കിലും കുടിച്ച് നമ്മൾ അന്നേരത്തെ ആ ഒരു വിശപ്പിനെ നമ്മൾ ശമിപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അൾസർ വരും. അൾസർ വന്നു കഴിഞ്ഞാൽ മുൻകോപം പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. അമിതമായിട്ട് ചായ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചായ കുടി വളരെ കുറയ്ക്കുക. ചായ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് വിടും. ആ സമയത്ത് നമുക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ പറ്റാതെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അന്നേരം ഉത്പാദിപ്പിക്കപ്പെടുന്ന അസിഡിറ്റി നമ്മുടെ ആമാശയത്തെ ദ്രവിപ്പിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി പറയാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷുഗർ രോഗം പിടിപെട്ട വ്യക്തിക്ക് മധുരത്തോടായിരിക്കും ഏറ്റവും കൂടുതൽ കൊതി, ഏറ്റവും കൂടുതൽ ആസക്തി. അതുപോലെ തന്നെ അൾസർ പിടിപെട്ട വ്യക്തിക്ക് തൈര്, അതുപോലെ തന്നെ പുളി, എരിവ്, ഈ വക ഭക്ഷണ പദാർത്ഥം, ഇത് കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോടായിരിക്കും ഏറ്റവും കൂടുതൽ കൊതിയ ആസക്തി ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്, നമ്മുടെ ശരീരത്തെ നമ്മൾ കർശനമായിട്ട് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു ബാധ്യതയായിത്തീരുന്ന ഒരു അവസ്ഥ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക കമൻറ്റ് ബോക്സിൽ. അതോടൊപ്പം ഈ ചാനൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ഒന്ന് ഓർക്കുക. കൂടുതൽ വിലപ്പെട്ട വിവരങ്ങളുമായിട്ട് നാളെയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ഓക്കെ, ബൈ.